ശബരിമല ക്ഷേത്രത്തിലെ തന്ത്രി നിയമനവുമായി ബന്ധപ്പെട്ട വിഷയം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി കേരളത്തിൽ വ്യാപക ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ഈ വിഷയത്തിൽ വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി അനിൽ വിളയിൽ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ശബരിമലയെ വീണ്ടും വിവാദ കേന്ദ്രമാക്കാനുള്ള ശ്രമങ്ങൾ ചില ശക്തികളുടെ അജണ്ടയുടെ ഭാഗമാണെന്ന് അദ്ദേഹം ആരോപിച്ചു. കേരളത്തിലെ ഹൈന്ദവ ക്ഷേത്രങ്ങളെ വിവാദ ഭൂമിയാക്കി മാറ്റാൻ ചില രാഷ്ട്രീയ ശക്തികളും ഹൈന്ദവ വിരുദ്ധ സംഘടനകളും ശ്രമിക്കുന്നുണ്ടെന്നും ശബരിമലയും അതിന്റെ ഭാഗമാക്കി മാറ്റാൻ ശ്രമം നടക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. മണ്ഡല മകരവിളക്ക് കാലം മുതൽ വിവിധ വിഷയങ്ങൾ ശബരിമലയെ ചുറ്റിപ്പറ്റി വിവാദങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ടെന്നും ഇത്തരം സംഭവങ്ങൾ ഭക്തജനങ്ങളിൽ ആശങ്ക സൃഷ്ടിക്കുന്നതായും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. നിലവിലെ തന്ത്രി കണ്ഠരര് രാജീവർ ആരോഗ്യപരവും വ്യക്തിപരവുമായ കാരണങ്ങളാൽ ഭാവിയിൽ ചുമതല തുടരാൻ താല്പര്യമില്ലെന്ന് ദേവസ്വം ബോർഡിനെ അറിയിച്ചതായും അതോടൊപ്പം തന്റെ മകൻ ബ്രഹ്മദത്തനെ അടുത്ത തന്ത്രിയായി പരിഗണിക്കണമെന്നും ആവശ്യപ്പെട്ടതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇതുമായി ബന്ധപ്പെട്ട് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നിലപാട് വളരെ വ്യക്തമാണെന്നും വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി അനിൽ വിളയിൽ പറഞ്ഞു. ശബരിമല തന്ത്രി കുടുംബത്തിന് ക്ഷേത്രത്തിലെ പരമ്പരാഗത അവകാശമുണ്ടെന്ന കാര്യം എല്ലാവരും അംഗീകരിക്കുന്ന വസ്തുതയാണെന്നും കുടുംബാംഗം തന്ത്രിയാകുന്നതിനെ സംഘടന എതിർക്കുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്നാൽ ശബരിമല പോലെയുള്ള അതീവ പ്രാധാന്യമുള്ള ക്ഷേത്രത്തിലെ തന്ത്രി താന്ത്രിക വിദ്യയിലും ആചാരാനുഷ്ഠാനങ്ങളിലും അഗ്രഗണ്യനായിരിക്കണമെന്നും അതിനാവശ്യമായ പഠനവും പരിശീലനവും നേടിയ വ്യക്തിയായിരിക്കണമെന്നാണ് സംഘടനയുടെ നിലപാടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതോടെ ശബരിമല തന്ത്രി നിയമനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് പുതിയ വഴിത്തിരിവാണ് ഉണ്ടായിരിക്കുന്നത്. ഈ വിഷയത്തിൽ ദേവസ്വം ബോർഡിന്റെയും ബന്ധപ്പെട്ട കുടുംബത്തിന്റെയും ഔദ്യോഗിക തീരുമാനങ്ങൾ വരും ദിവസങ്ങളിൽ നിർണായകമാകും. ഇതോടെ ശബരിമല തന്ത്രി നിയമനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് പുതിയ വഴിത്തിരിവാണ് ഉണ്ടായിരിക്കുന്നത്. ഈ വിഷയത്തിൽ ദേവസ്വം ബോർഡിന്റെയും ബന്ധപ്പെട്ട കുടുംബത്തിന്റെയും ഔദ്യോഗിക തീരുമാനം വരും ദിവസങ്ങളിൽ നിർണായകമാകും. അനിൽ വിളയന്റെ വാക്കുകളിലേക്ക്. ശബരിമല ക്ഷേത്രത്തിലെ തന്ത്രിയുമായി ബന്ധപ്പെട്ടൊരു വിവാദ വിഷയം കഴിഞ്ഞ 1-2 ദിവസങ്ങളായി സമൂഹത്തിൽ ചർച്ച ചെയ്യുകയാണ്. ആ വിഷയത്തിൽ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ നിലപാട് വളരെ കൃത്യമാണ്. കഴിഞ്ഞ കുറേയേറെ കാലമായി കേരളത്തിലെ ഹൈന്ദവ ക്ഷേത്രങ്ങളെ വിവാദഭൂമിയാക്കുക എന്നുള്ളത് ചില ശക്തികളുടെ ചില പ്രത്യേക അജണ്ടകളുടെ ഭാഗമായിട്ടുള്ള ഒരു പരിപാടിയാണ്. ശബരിമല ക്ഷേത്രവും അപ്രകാരം തന്നെ വിവാദ കേന്ദ്രമാക്കി നിർത്തുക എന്നുള്ളത് ചില രാഷ്ട്രീയ ശക്തികൾക്കും ചില ഹൈന്ദവ വിരുദ്ധർക്കും കൃത്യമായ അജണ്ടയുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് ഇപ്പോഴത്തെ ഈ വിവാദവും. കാരണം യുവതീ പ്രവേശന സമയം തൊട്ട് നാളിതുവരെ ധാരാളം വിവാദ വിഷയങ്ങൾ ശബരിമലയെ ചുറ്റിപ്പറ്റി ഉയർന്നു വന്നിട്ടുണ്ട് എന്നുള്ളത് ഭക്തജന സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ ആശങ്ക ഉളവാക്കുന്ന കാര്യമാണ്. ഇപ്പോൾ ശബരിമലയിൽ തന്ത്രിസ്ഥാനം വഹിക്കുന്ന കണ്ഠരര് രാജീവർ അദ്ദേഹം വ്യക്തിപരമായിട്ടുള്ളതോ ആരോഗ്യപരമായിട്ടുള്ള കാരണങ്ങളാലോ വരും വർഷങ്ങളിൽ ആ തന്ത്രിസ്ഥാനത്ത് തുടരാൻ താല്പര്യമില്ല എന്ന് ദേവസ്വം ബോർഡിനെ അറിയിക്കുകയുണ്ടായി. അതോടൊപ്പം അദ്ദേഹം ആവശ്യപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള തന്ത്രി ബ്രഹ്മദത്തനെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരണമെന്നുള്ളതാണ്. അതാണ് ഇപ്പോഴത്തെ വിവാദ വിഷയം. വിശ്വ ഹിന്ദു പരിഷത്തും ഹൈന്ദവ സംഘടനകളും അവരുടെ നയം വളരെ വ്യക്തമാക്കുന്നുണ്ട്. കാരണം ഈ വിഷയത്തിനെ വിവാദമാക്കേണ്ടതില്ല. രണ്ടാമത്തെ കാര്യം, താഴമൺ കുടുംബത്തിന് ഈ ക്ഷേത്രത്തിലെ താന്ത്രിക അവകാശമുണ്ട് എന്നുള്ളത് എല്ലാവരും അംഗീകരിച്ച വസ്തുത തന്നെയാണ്. പക്ഷേ ഈ താഴമൺ കുടുംബത്തിലെ ഒരു അംഗം ശബരിമലയിലെ തന്ത്രി ആകുന്നതിലുള്ള എതിർപ്പല്ല. പക്ഷേ ശബരിമലയിലെ തന്ത്രിയായി വരുന്ന ആൾ ഈ താന്ത്രിക വിദ്യയിൽ അഗ്രഗണ്യനായിരിക്കണമെന്ന് ഹൈന്ദവ സമൂഹം ആഗ്രഹിക്കുന്നു. തന്ത്രവിദ്യ കൃത്യമായി പഠിച്ച ഒരു വ്യക്തിയായിരിക്കണം. ഇത് രണ്ടും പൊതുസമൂഹത്തിനെ ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത ബ്രഹ്മദത്തിനും ഈ താഴമൺ കുടുംബത്തിനുമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അതിന് യോഗ്യനാണ്. ശാസ്ത്രവിധിപ്രകാരം പൂജാപദ്ധതികൾ പഠിച്ചിട്ടുണ്ട്, താന്ത്രിക വിദ്യ അറിയാം തുടങ്ങിയ കാര്യങ്ങൾ ഉറപ്പുവരുത്തുകയാണെങ്കിൽ അദ്ദേഹത്തിന് ആ തന്ത്രി എന്നുള്ള ചുമതല നിർവഹിക്കുന്നതിന് യാതൊരു വിധമായിട്ടുള്ള എതിർപ്പും ഉണ്ടാകില്ല. മഹേഷ് മോഹനര് ഇപ്പോൾ തന്ത്രിയായിട്ട് അവിടെ പ്രവർത്തിക്കുന്നു. വളരെ നല്ല രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പൂജാവിധികളും താന്ത്രിക കർമ്മങ്ങളും എന്ന് പൊതുസമൂഹം അംഗീകരിച്ചു കഴിഞ്ഞ വസ്തുതയാണ്. അദ്ദേഹം ശാസ്ത്രീയമായി ആ താന്ത്രിക കാര്യങ്ങൾ പഠിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് എന്ന് പൊതുസമൂഹത്തിന് ബോധ്യമായി. അതേപോലെ തന്നെ ഈ ബ്രഹ്മദത്തനും ഇപ്രകാരം ശാസ്ത്രീയമായിട്ട് ഈ താന്ത്രിക വിദ്യകൾ പഠിച്ചു എന്നുള്ളത് പൊതുസമൂഹത്തിനെ ബോധ്യപ്പെടുത്തണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ അപ്രകാരം പൊതുസമൂഹത്തിനും ദേവസ്വം ബോർഡിനും കേരളത്തിലെ തന്ത്രി സമാജം ഉൾപ്പെടെയുള്ള താന്ത്രിക രംഗത്തുള്ള മിടുക്കന്മാരായിട്ടുള്ള അല്ലെ കുലപതികളായിട്ടുള്ള വ്യക്തികളും അംഗീകരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ശ്രീ ബ്രഹ്മദത്തിന് താഴമൺ കുടുംബത്തിലെ അവകാശി എന്ന രീതിയിൽ ശബരിമല ക്ഷേത്രത്തിലെ തന്ത്രിസ്ഥാനം ഏറ്റെടുക്കുന്നതിന് യാതൊരു വിധമായ തടസ്സവുമില്ല. ആ വിഷയത്തിനേക്കാൾ കൂടുതൽ ഇത്തരത്തിൽ ഹൈന്ദവ ക്ഷേത്രങ്ങളെ വിവാദ കേന്ദ്രമാക്കിക്കൊണ്ടുണ്ടാക്കുന്ന വാർത്തകളെ
നമുക്ക് തള്ളിക്കളയേണ്ട ഒരു കാലഘട്ടമാണ്. കാരണം ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം ഈ ക്ഷേത്രങ്ങൾ പ്രധാനപ്പെട്ട ഒരു ജീവകേന്ദ്രമാണ്. അത്തരത്തിലുള്ളൊരു ആധ്യാത്മിക കേന്ദ്രങ്ങളെ തകർക്കാൻ ദിനം പ്രതി വിവാദങ്ങൾ ഉണ്ടാക്കുന്നതിനെ ഒരു കാലത്തും അംഗീകരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഈ തന്ത്രി വിഷയത്തിലും ഇതിന് കൃത്യമായൊരു നിലപാട് ഹൈന്ദവ സംഘടന ഭാഗത്തു നിന്നുണ്ട്. ആ നിലപാട് വളരെ വ്യക്തമാണ്. കുടുംബത്തിനല്ല പ്രാധാന്യം, താന്ത്രിക വിധി കൃത്യമായ രീതിയിൽ പരിശീലിച്ച പഠിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് തന്ത്രിയാവാനുള്ള യോഗ്യത ഉണ്ട്. പിന്നെ ശബരിമലയായതുകൊണ്ട് താഴമൺ കുടുംബത്തിന് അവകാശം വർഷങ്ങളായി പതിറ്റാണ്ടുകളായി ഉള്ള സാഹചര്യത്തിൽ ആ വ്യക്തിക്ക് ഈ പഠനം പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ തന്ത്രിയായിട്ട് ആ ക്ഷേത്രത്തിൻ്റെ ചുമതല ഏറ്റെടുക്കാം.